സിനിമ ഭാഷാ ഭേദമില്ലാതെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കലാസൃഷ്ടി. സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആസ്വാദകർക്ക് ഭാഷ ഒരു പ്രശ്നമേ അല്ല. പാൻ ഇന്ത്യൻ എന്ന വിഭാഗത്തിലാണ് ഇന്ന് ഓരോ സിനിമകളും പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ റീമേക്ക് സിനിമകളും ക്രമാതീതമായി വർദ്ധിച്ചു. റീമേക്ക് ചിത്രങ്ങളുടെ ഉത്ഭവം 60-70 കാലഘട്ടങ്ങളിലായിരുന്നു. ഏതൊക്കെ മലയാള സിനിമകളാണ് മറ്റു ഭാഷകളിൽ എത്തിയത് എന്നറിയുന്നതിന് മുൻപ് എന്താണ് റീമേക്ക് സിനിമകൾ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു സിനിമ പുനർനിർമ്മാണം ചെയ്യപ്പെട്ട് ഇതര ഭാഷകളിൽ പ്രദർശിപ്പിക്കുന്നു. അതാണ് റീമേക്ക് സിനിമകൾ. നിലവിലുള്ള ഒരു സിനിമയുടെ പുതിയ പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥ കഥയുടെ അതേ കഥ തന്നെയാണ് പറയുന്നത്. എന്നാൽ അഭിനേതാക്കളിലും സംഭാഷണങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കപ്പെടുന്നു. 1965 സത്യൻ നായകനായി പുറത്തിറങ്ങിയ മലയാള ചിത്രമായിരുന്നു ഓടയിൽ നിന്ന്. പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ പി കേശവദേവിന്റെ ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണിത്. KS സേതുമാധവൻ ഈ നോവലിന്റെ തമിഴ് പതിപ്പ് വായിക്കാനിടയാവുകയും പിന്നീട് ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയുമായിരുന്നു. അന്നത്തെ ഹിറ്റ് ചിത്രങ്ങളിൽ ഇടം നേടിയ ഈ സിനിമ 1985 ഹിന്ദിയിൽ റീമേക്ക് ചെയ്യപ്പെടുകയുണ്ടായി. AC തിരുലോകചന്ദർ സംവിധാനം ചെയ്ത് ബാബു എന്ന പേരിൽ ഇറങ്ങിയ ചിത്രത്തിൽ സത്യൻ ചെയ്ത പപ്പു എന്ന കഥാപാത്രമായി ഹിന്ദിയിലെത്തിയത് രാജേഷ് ഖന്നയായിരുന്നു. ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് 1971 തമിഴിലും സംവിധായകൻ ഇതേ പേരിൽ ഓടയിൽ നിന്ന് റീമേക്ക് ചെയ്തിരുന്നു. ശിവാജി ഗണേശനായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയത്. പിന്നീട് പഴയ കാലത്ത് ഇറങ്ങിയ പല മലയാള സിനിമകളും റീമേക്ക് ചെയ്യപ്പെടുകയുണ്ടായി. ദി ട്രെയിൻ, സമാജ് കോ ബദൽ ഡാലോ, ആപ്കി കസം, ജൂലി, പതീത, ഇൻസാഫ് മെയിൻ കരുക എന്നീ ചിത്രങ്ങളെ കുറിച്ച് മലയാളികൾ ഭൂരിഭാഗം പേർക്കും അറിവുണ്ടാകില്ല. എന്നാൽ 70-80കളിൽ പുറത്തിറങ്ങിയ കൊച്ചിൻ എക്സ്പ്രസ്, തുലാഭാരം, വാഴ്വേമായം, ചട്ടക്കാരി, അവളുടെ രാവുകൾ, തുഷാരം തുടങ്ങിയ ചിത്രങ്ങളുടെ റീമേക്കുകളായിരുന്നു ഇവയൊക്കെ. അന്യഭാഷകളിൽ പ്രത്യേകിച്ച് ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്യപ്പെട്ടത് പ്രിയദർശൻ എന്ന സംവിധായകന്റെ മലയാള സിനിമകളായിരുന്നു. ഹംഗാമ, ഗരം മസാല, ക്യോങ്കി, ഘട്ടാ മീട്ട, പ്യാർ ഹുവ ചോരി ചോരി, മുസ്കുരാഹട്ട്, ഹംഗാമ 2, സാത്ത് രംഗ് കെ സപ്ന, ഹർ ദിൽ ജോ പ്യാർ കരേഗ, ധേദനാഥൻ തുടങ്ങിയ സിനിമകൾ യഥാക്രമം പ്രിയദർശന്റെ തന്നെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ബോയിങ് ബോയിങ്, താളവട്ടം, വെളാനകളുടെ നാട്, ചിത്രം, കിലുക്കം, മിന്നാരം, തേന്മാവിൻ കൊമ്പത്ത്, ചന്ദ്രലേഖ, വെട്ടം എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ റീമേക്കുകളായിരുന്നു. നിരവധി ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രമായിരുന്നു മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം. തെന്നിന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദിയിലും സിംഹളയിലും ചിത്രം റീമേക്ക് ചെയ്തിരുന്നു. ചൈനീസ് ഭാഷയിൽ റീമേക്ക് ചെയ്യപ്പെടുന്ന ആദ്യ സിനിമ എന്ന ഖ്യാതിയും ദൃശ്യത്തിനുണ്ട്. കമൽഹാസൻ, അജയ് ദേവ്ഗൺ, വി രവിചന്ദ്രൻ, വെങ്കിടേഷ് തുടങ്ങിയ താരങ്ങളായിരുന്നു വിവിധ ഭാഷകളിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയത്. മലയാളത്തിലെ ഒട്ടുമിക്ക ചിത്രങ്ങളും ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു രാജാവിന്റെ മകൻ, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ന്യൂഡൽഹി, പൊന്മുട്ടയിടുന്ന താറാവ്, കിരീടം, ഇൻ ഹരിഹർ നഗർ, മണിച്ചിത്രത്താഴ്, ഹിറ്റ്ലർ, അനിയത്തിപ്രാവ്, നിറം, ഇഷ്ടം, അതുപോലെ തന്നെ പെരുമഴക്കാലം, കഥ പറയുമ്പോൾ, ബോഡിഗാർഡ് എന്നിവ. 75-ൽ പരം മലയാള സിനിമകൾ ഇതിനോടകം റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതര ചലച്ചിത്ര മേഖലകൾക്ക് മലയാള സിനിമകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല സിനിമകളും റീമേക്ക് ചെയ്യപ്പെട്ട് വിവിധ ഭാഷകളിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ വാരിക്കൂട്ടുന്നത്. ഇനിയും പല ചിത്രങ്ങളും റീമേക്ക് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ജോസഫ്, അയ്യപ്പനും കോശിയും, ഉടൽ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ ഹിറ്റ് ചിത്രങ്ങൾ ഹിന്ദിയിലേക്ക് എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും നിരവധി സിനിമകൾ റീമേക്ക് ചെയ്യപ്പെടുന്നു എന്നത് ആഗോളതലത്തിൽ മലയാള സിനിമയ്ക്ക് വളരെയധികം സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.